ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇനിയുള്ള ദിവസങ്ങളിലില്ലേ സാറ്റർഡേ സൺഡേ വ്ളോഗ്സ് ആയിട്ട് എൻ്റെ ചാനലിൽ നിറയും. ഇതും ഒരു സാറ്റർഡേ സൺഡേ വ്ളോഗാണ്. ഇത് ഏതോ ഒരു സാറ്റർഡേയാ സൺഡേ എന്ന് തോന്നുന്നു നമ്മൾ പുറത്ത് പോയ വ്ളോഗ്. അങ്ങനെ ഇത് ആപ്പാൻ്റെ ഓർ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ ചുറ്റാൻ പോയി. ആപ്പാൻ്റെ ഓർ മിഞ്ഞാന്ന് പോയത്ര ബാക്ക് ടു ദുബായ്. അങ്ങനെ അതിൻ്റെ വീഡിയോ എന്തിനും അപ്ലോഡ് ആക്കിയിട്ട് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. എന്തിനു നമുക്കറിയില്ല. അങ്ങനെ ഇന്നിതാ നമ്മൾ അടുത്തേക്ക് ചെമ്പരിക്ക ബീച്ചിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴേക്കാണ് നമ്മൾ വെറും ബായോട് ഇങ്ങനെ പോകാലോ, ചായച്ചുകൊണ്ടേ പോവത്രേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കാസർഗോഡ് നിന്നെല്ലോ മേങ്ങിയിട്ട് കടലയും എല്ലാം തിന്നുകൊണ്ട് പോയിട്ടാകുമ്പോഴേക്ക ഈ മയക്ക് നമ്മൾ ഇല്ലാത്ത വേറെ ആരും പോവല. കണ്ട മയം ഇപ്പം എന്തല്ല കുറച്ച് മുന്നത്തെ വ്ളോഗ് ഇത്. അങ്ങനെ അവിടേക്ക് എത്തിയിട്ടാകുമ്പോൾ തന്നെ ഭയങ്കരത്തിൻ്റെ മയ. അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ നിന്നിട്ട് പിന്നെ മയക്കും നല്ല പാങ്ങല്ലോ ബീച്ചുകാരെല്ലാം നോക്കാൻ. അങ്ങനെ കയറിയിട്ട് നോക്കിയത് റിഷാനിതവിടെ ബ്ലൂ വെയിൽ എന്നിട്ട് കാണിക്കുന്നുണ്ട്. എന്തിനെന്ന് അറിയില്ല, അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നറിയുമല്ലോ. അങ്ങനെ എന്താ ഈ മയ കണ്ടില്ലേ, മയ നമ്മൾ കുറച്ച് സമയം അവിടെ പിന്നെ എന്താക്കുന്ന മയ നിൽക്കല എന്തായെങ്കിൽ നമ്മൾ കീഞ്ഞ് പുറത്തേക്ക് അങ്ങനെ ടോപ്പിലേക്ക് അവിടെ പോയിട്ട് നിന്ന് അവിടെ കുറച്ചാളുണ്ടായി നമ്മളെ പോലെ തന്നെ മയക്ക് വരുന്ന വേറെ എന്താക്കുന്ന പൊരലിരിക്കാനും ബോറടിക്കുന്നിട്ട് നമ്മൾ കീഞ്ഞത് ബീച്ചിക്ക് നിന്നിട്ടില്ല കീഞ്ഞത്. ലാസ്റ്റ് ബീച്ചിലേക്ക് എത്തി. അങ്ങനെ എന്താ നല്ല പാങ്ങുള്ള വ്യൂ എല്ലാം ഇവിടെ നോക്കുന്നുണ്ട്. അവിടെ ടോപ്പ് പാറയിൽ മീത്ത കയറിയിട്ട് നിന്നിട്ട് നോക്കാനൊരു വൈബ് തന്നെയല്ലേ. അങ്ങനെ കുറേ സമയം നിന്നിട്ടാണ് മീത്ത കുറച്ച് ഫോട്ടോ എടുത്ത് ബിയ്യോ കീഞ്ഞ് താഴേക്ക്. അങ്ങനെ അവിടെ ഭയങ്കര സ്ലിപ്പാന്നെല്ലാം ഉണ്ടായി. അങ്ങനെ ബിയ്യോ കീഞ്ഞ് താഴേക്ക്. പിന്നെന്ത് മെയിന് ചെമ്പരിക്ക ബീച്ചിക്ക് വന്ന് കല്ലുമ്മക്കായല്ലേ. അങ്ങനെ അത് അവിടെ ഓർഡർ ആക്കിയിട്ട് നമ്മൾ മേങ്ങി ഒരു പാങ്ങുണ്ടായിട്ടവേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടല്ല എന്തെന്ന് അറിയാല. പാങ്ങേണ്ടായില്ല കല്ലുമ്മക്കായ ഇങ്ങനെ തേടിയിട്ട് പിടിക്കണം അവിടെ ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിൽ കുറച്ച് നടന്നിട്ടാകുമ്പോഴേക്ക് സ്വീറ്റ് കോൺ കണ്ട് മറ്റേ പൊട്ടാറ്റോ ട്വിസ്റ്റ് കണ്ട് അതെല്ലാം തിന്ന് രണ്ടും പാങ്ങുണ്ടായിട്ടാ എന്തും പാങ്ങുണ്ടായിട്ടാ. അങ്ങനെ ഇതെല്ലാം തിന്നിട്ട് അവിടെ കടൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായി. എല്ലാവരും ഉണ്ടായി, നമ്മൾ എല്ലാവരും പോയിനായി. ആപ്പ മറുവാണ്ടി ഉമ്മ പിള്ളേരെല്ലാവരും പോയിനായി. അങ്ങനെ ഇത് ഒന്നിൻ്റെ മീതുള്ള കാത്ത് എന്ന് നല്ല ഉണ്ടായിട്ട സാധനം. അങ്ങനെ ഇതേ മല്ലേ തിന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ അതിലേ ഇങ്ങനെ നടന്നിട്ടാകുമ്പോഴേക്ക് ഇങ്ങനത്തെ പീടിയെല്ലാം കണ്ടിട്ട് അവിടെ കണ്ടിട്ടാകുമ്പോഴേക്ക് നമുക്ക് നിന്നിട്ട് എന്തായെങ്കിലും മേങ്ങുമല്ലോ എന്തെങ്കിലും. അങ്ങനെ പുളിമുട്ടായി അതെല്ലാം മേങ്ങി. റിഷാന് ഒരു കോയിൻ്റെ ചോക്ലേറ്റിന് കരിയുന്ന തന്നെ ഉണ്ടായി. പിന്നെ അത് ചൊടിച്ചിട്ട് പോയി. നമ്മൾ മേങ്ങിയത് ഈ രണ്ട് സാധനം തന്നെ പുളീൻ്റെ മുട്ടായി. അങ്ങനെ നമ്മൾ ആടുന്ന് പോയി ബീച്ചിൽ നിന്ന് വിട്ട് നേരെ വന്നത് ഈ ഫയർ സോഡൻ്റെ പീടക്ക് ചക്ലി തിന്നാൻ വേണ്ടിയിട്ട്. ഈ മസാല ചക്ലി എന്തോ ഒരു ഫാനാണ് ഞാനീൻ്റെ. അങ്ങനെ നമ്മൾ 3 പ്ലേറ്റ് ചക്ലിയും മേങ്ങി അതും തിന്ന് ഭയങ്കര മയന്നില്ല ഇങ്ങനെ അഡം മയ. അങ്ങനെ ചക്ലീൻ്റെ ഒക്കത്തെ മോരും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സോഡയും ഇങ്ങനെ എല്ലാം പുറത്ത് കീഞ്ഞിട്ട് എന്ത് തിന്നാനുള്ള അവസ്ഥ എല്ലാം. കാരണം നല്ല മയ. പിന്നെ കാസർഗോഡ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടാകുമ്പോഴേക്ക് അവിടുന്ന് നല്ല ചർമുറ് മേങ്ങാൻ തിരിച്ച്. എന്തെല്ലാം ചർമുറ് മേങ്ങി ഞങ്ങൾക്ക് അതിൻ്റെ പേരിപ്പോൾ ഓർമ്മയില്ല. മോശമില്ലാത്ത ചർമുറ്. അങ്ങനെ ഒരു അടിപൊളി സാറ്റർഡേ കഴിഞ്ഞു. ഇനി നേരെ പൊരിക്ക്. ഇനി അങ്ങോട്ടില്ലേ ഫുള്ള് സാറ്റർഡേ സൺഡേ വ്ളോഗ് തന്നെ ആയിരിക്കും. അങ്ങനെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.